അപ്പോൾ റൈസ് മാജിക് ടേസ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ആവോലി 3 ആവോലി ഉണ്ട്. അപ്പോൾ ഇത് എന്താ പറയണ്ടേ, പൊള്ളിച്ചതുമല്ല, എന്നാൽ പിന്നെ എന്താ പറയുക, പൊരിച്ചതുമല്ല, ഒരു കനലിൽ ഒരു പ്രത്യേക ടൈപ്പിൽ നമ്മൾ ആക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുനിന്നാണ് കുക്കിങ്. അപ്പോൾ നമ്മൾ ആവോലി ആദ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. മുറിച്ചിട്ട് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. ഉള്ളിലെല്ലാം നല്ല കച്ചലുണ്ട്. നല്ല നോക്കി ഇനി ഇതൊന്ന് വരഞ്ഞെടുക്കാം. നല്ല വരിയിട്ടെടുക്കാം. കുറുമ്പെല്ലാം നമ്മൾ മീനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് മസാല എല്ലാം പുരട്ടി വെക്കണം. അപ്പോൾ മസാല എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല പുരട്ടി വെക്കാം. ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ്. കുറച്ച് ഇതൊക്കെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ആദ്യം. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതിട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തേ. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് പുളിനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കാം. ഒരു പുളിനാരങ്ങ ഇടുക പിഴിഞ്ഞത്. കുരുവെല്ലാം ഒന്ന് മാറ്റിക്കളയാം. ഇനി ഇത് നല്ല ഒന്ന് മസാല പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളമാക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള അപ്പോൾ കുറച്ച് വെള്ളമാക്കിയിട്ട് നല്ല ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. നമുക്ക് മീനിൽ നല്ല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ല മസാല അതിൻ്റെ ഉള്ളിലെല്ലാം നല്ലോണം ഒന്ന് ആവുന്ന വിധത്തിൽ നല്ല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ല മസാല പിടിപ്പിക്കണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നല്ലോണം ഒന്ന് പിടിപ്പിച്ചെടുക്കാം. വാലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ആ ഒരു മീനിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കിയെടുത്താൽ അല്ലേ കാണാൻ നല്ലൊരു രസത്തിന് വേണ്ടിയിട്ട്. വാലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ തലയും അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റെല്ലാം എടുത്ത് മാറ്റീനി. അപ്പോൾ ഇവിടെ മസാല നല്ല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ കേട്ടോ. എന്നിട്ട് നമുക്ക് സംഭവം ഉണ്ടാക്കിയെടുക്കാം.
ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് കനലാക്കണം. അപ്പോൾ കുറച്ച് കനൽ കത്തിക്കണം. ആദ്യം കത്തിച്ച് വെക്കണം. പിടിച്ച് ചാച്ചു. കടന്ന് കത്തട്ടെ. നമുക്ക് നമ്മളെ മീനൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ മീനും നല്ല മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇലയിലൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം കുറച്ച് ഇഞ്ചി ഞാൻ ഇങ്ങനെ നീളത്തിൽ മുറിച്ച കേട്ടോ. അത് ഇങ്ങനെ ഒരു 3-4 ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കറിവേപ്പിലയും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളെ മീൻ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. നല്ല മസാല എല്ലാം പിടിച്ചിട്ടുണ്ടേ. ഇനി ഇതിൻ്റെ മേലെയും നമുക്ക് ഇഞ്ചി കഷ്ണം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു കറിവേപ്പില വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല ഒന്ന് പൊതിഞ്ഞിട്ട് കെട്ടിയിട്ടെടുക്കണം. കനലിലൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇത് പൊതിഞ്ഞ് കഴിഞ്ഞാലും ഉണ്ടല്ലോ, അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്നും കൂടി എൻ്റെ വാല് പൊട്ടിപ്പോയാലോ. ഓക്കെ, ഇതിനി അലൂമിനിയം ഫോയിലിൽ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കനലിൽ വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ വാഴ ഇലയുണ്ടല്ലോ കംപ്ലീറ്റ് കരിഞ്ഞു പോകും. അപ്പോൾ അതിനാണ് ഫോയിലിൽ പൊതിഞ്ഞിട്ടെടുക്കണം. തിരിച്ച് വെച്ചെടുക്കാം. എന്നിട്ട് നല്ല ഒന്ന് തിരിഞ്ഞിട്ട് വെക്കാം. ഇത് പൊതിഞ്ഞിട്ട് വെക്കാം. നല്ല നമ്മാക്കിയിട്ട് അവിടെ വെക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 2 കൂടി ആക്കിയെടുക്കണം. ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചി ഉണ്ടല്ലോ ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ഈ കനലിൽ ആവുന്ന സമയത്ത് ഭയങ്കര നല്ലൊരു ടേസ്റ്റ് വരും. കറിവേപ്പില വെക്കാൻ പറഞ്ഞത്. പിന്നെ ഇഞ്ചി തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. എന്നിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പം നമ്മളെ പൊതിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കനലിൽ വെക്കാം. നമ്മളെ കനലാണ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഫാദി എനിക്ക് ആക്കി തരണേ. കനൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി തരണം. ഓക്കെ, വെക്ക്. വെക്ക്. തീയാണല്ലോ. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇതെടുക്കാം. കനലെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല മണമെല്ലാം വരുന്നുണ്ട്. ഒരു മീൻ ചുട്ട മണമെല്ലാം കേട്ടോ വരുന്നത്.
അപ്പം നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. തുറക്കുമ്പം തന്നെ വാഴയിലെല്ലാം കരിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ എന്ത് മണം, സത്യമായിട്ടും കേട്ടോ നല്ല മണമുണ്ട്. നല്ല എടുത്ത് വെക്കാം. പൊളു കരിഞ്ഞ ഭാഗമെല്ലാം ഒന്ന് തട്ടിക്കാളെ. ബാലെല്ലാം കരിഞ്ഞ്. തുറന്ന് നോക്കാം. ആഹാ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു സ്മെല്ലാ. ഇങ്ങനെല്ലാം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനൊന്ന് മൊഞ്ചാക്കി എടുക്കാം. നമുക്കിതിനൊന്ന് മൊഞ്ചാക്കി എടുക്കാം. കുറച്ച് ക്യാരറ്റും ഉള്ളിയും തക്കാളിയും എല്ലാം വെച്ചിട്ട് നല്ല ഒന്ന് മൊഞ്ചാക്കിയിട്ട് വെക്കാം. മംഗലപ്പരയാക്കാം. കൊതു അടിക്കുന്നുണ്ടല്ലോ. ഓക്കെ, കുറച്ച് ഉള്ളി വട്ടത്തിൽ മുറിച്ചത് അതും ഇങ്ങനെ ആടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കഴിഞ്ഞോ? ഇനി കുറച്ച് തക്കാളി, പിന്നെ കുറച്ച് ചെറുനാരങ്ങ മുറിച്ചത് കേട്ടോ. അതും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി 2-3 പച്ചമുളക്, മേലെ വെച്ച് കൊടുക്കാം. കൊതുക് വന്നിരിക്കണം. ഓക്കെ, ഫിനിഷ്. മംഗലപ്പുര ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലും ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ കുറച്ച് പിള്ളേർസ് ഉണ്ട്, അവരൊന്ന് ടേസ്റ്റ് നോക്കുന്നതാണ് കേട്ടോ. മോനെ മോനെ ആദ്യം തിന്നു. ദാസപ്പാ എപ്പടി സുണ്ടാ ഉള്ള തന്നെ ആദ്യം കൊടുക്കടേ. ഇത് എന്നാ മോനെ അതെങ്ങനെയാ? അത് ചവച്ചിട്ടില്ല നീ. നല്ല ടേസ്റ്റ് ഉണ്ടാ? വായിലിടുന്നതിന് മുമ്പേ അടിപൊളി തന്നാ. ഞാൻ വായിലിട്ടേ എനിക്ക് എപ്പടി നല്ല രസമുണ്ട്. താങ്ക് യു. കണക്കും വെക്കണേ. ആ കുഞ്ഞാമാക്ക് തീരെ വെക്കൂല. നമ്മള് ഫുള്ളും തീർക്കും. ഞാൻ വെക്കൂല. ചാൻസ് ഇട്ട് നല്ലോണം അടിക്കാല. തരാം എന്നാടാ. എടാ ഇന്ന് പാടാ മൊത്തം വാ. എങ്ങനുണ്ട്? അടുത്താളെ എരിവുണ്ടോ നല്ലോണം? ടേസ്റ്റ് ഇല്ല. അപ്പൊ ഇതിലും നല്ല ടേസ്റ്റ് ഉള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.